ഇപ്പോൾ ഇൻസ്റ്റഗ്രാം നോക്കിയിട്ടും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഡെയിലി റൂട്ടീനൊക്കെ നോക്കിയിട്ടാണ് മിക്ക ആൾക്കാരും സ്കിൻ കെയർ പ്രോഡക്ട്സ് ചൂസ് ചെയ്യുന്നത്. ഈ സീറം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമുക്ക് കണ്ടിട്ട് നമുക്ക് ഇത് എനിക്ക് കൊള്ളാം എന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ശരിക്കും എങ്ങനെയാണ് വരിക? അപ്പോൾ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, വൺ സൈസ് ഡസൻ ഫിറ്റ് ഓൾ. അതായത് മറ്റൊരാൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് ഒരു സിറം നമുക്ക് വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ നമ്മളിപ്പം കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സിറംസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ കോൺസെൻട്രേഷൻ ഭയങ്കര കുറവാണ്. ഓക്കെ. അതായത് ഇപ്പം മരുന്നുകളുടെ തന്നെ അളവ് വളരെ ഒരു പരിധിയിലും കൂടുതൽ കുറവാണെങ്കിൽ അവർക്കത് കമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോംസിൽ വിറ്റഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മെഡിസിൻ കാറ്റഗറിയിൽ വരാൻ പാടില്ല, കോസ്മെസ്യൂട്ടിക്കൽ എന്നുള്ള അണ്ടറിൽ വരാം. അതുകൊണ്ട് തന്നെ ഒരു നല്ല സിവിയർ ഗ്രേഡ് 3 ആക്നെ ഉള്ള ഒരാൾ നയാസിനമൈഡ് സിറവും സാലിസിലിക് ആസിഡ് ഫേസ് വാഷും പുരട്ടിയിട്ട് അത് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇറ്റ്സ് എന്താ പറയുക, ടു മൈൽഡ് മെഡിസിൻ ഫോർ ദം. അപ്പം അങ്ങനെ ഉള്ള കുറേ പരീക്ഷണങ്ങൾ നടത്തും. അപ്പോൾ അടുത്ത അവർ സാലിസിലിക് ആസിഡിലേക്ക് നിന്ന് നിയാസിനമൈഡിലേക്ക് മാറ്റും. പിന്നെ അവിടുന്ന് തന്നെ അവർ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരിക. ചിലപ്പോൾ കോജിക് ആസിഡ് ഒക്കെ പറയും, അതായത് കുരു ആയിരിക്കും പ്രശ്നം, പക്ഷേ കലയുടെ ക്രീം ആയിരിക്കും പുരട്ടുന്നുണ്ടാവുക. പലതും ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്നത് കണ്ടിട്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെലിബ്രിറ്റീസ് ദേ ആർ എൻഡോസിങ് ദ പ്രൊഡക്ട്സ്. അവർക്ക് അത് ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ്. അപ്പോൾ ഒരു ദിവസം ഒരു പ്രോഡക്റ്റിനെ അവർ പ്രൊമോട്ട് ചെയ്യും, അടുത്ത ദിവസം വേറെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യും. അത് അവർ കൺസിസ്റ്റന്റ് യൂസ് ചെയ്യുന്ന സാധനമല്ല ഒന്നാമത്തത്. രണ്ടാമത്തത് അവർക്കത് വർക്ക് ചെയ്യുന്നു വെച്ചിട്ട് നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യണമെന്നില്ല. എപ്പോഴും നല്ലത് നമ്മുടെ സ്കിൻ കൺസേൺ എന്താണ് എന്നുള്ളത് അവരുടെ ഒരു ഡെർമറ്റോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ടൈലേർഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം സാലിസിലിക് ആസിഡ് ഇപ്പോൾ ഒരു പിന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നുള്ള ഒരാൾ സാലിസിലിക് ആസിഡിൻ്റെ ഒരു ഫേസ് വാഷ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പിന്നെയും ഡ്രൈനെസ് കൂട്ടാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്.